അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച കറാമത്ത് കേൾക്കണോ? ഒരു നാല് താജുൽ ഉലമാ ഒരു കേരള ഒരു പരിപാടിയിലേക്ക് ചെന്നിട്ട് ചെല്ലുകിങ്ങനെ പുറത്തായിട്ട് കാറിൽ നിൽക്കുമ്പോ താജുൽ ഉലമയുടെ കാറുടെ എതിരിൽ ഒരു വയസ്സനായ ഒരു ബാപ്പ, ഒരു വയസ്സനായ ഒരു ബാപ്പ താജുൽ ഉലമയുടെ കാറുടെ എതിരിൽ ഇങ്ങനെ നിൽക്കണ. താജുൽ ഉലമ ആ മനുഷ്യരെ കണ്ടിട്ട് ആ താജുൽ ഉലമ ആ മനുഷ്യരെ കണ്ടുണ്ടാവുമ്പോ ആ മനുഷ്യ ബന്ധമാണെങ്കിലോ താജുൽ ഉലമ ഇരട്ടിಗೆ ദുആർക്കു ചൊല്ലുക വന്നതാ. കാരണം എന്തേ? ആ മനുഷ്യനിക്ക് രണ്ട് പെണ്ണുമക്കളുണ്ടോ, വയസ്സുള്ള പെണ്ണുമക്ക, വയസ്സ് പ്രായമായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ ആ ബാപ്പ ബേജാറിൽ നിന്ന് ബാപ്പയായിട്ട് കിടയാല്. പക്ഷേ താജുൽ ഉലമ ഇരട്ടിയ ഈ വിഷയ ചൊന്നിട്ടില്ല. ഇത് ചൊല്ലുകവേനായിട്ട് ഈ ബാപ്പ പണ്ട് കാര്യമുണ്ട. താജുൽ ഉലമ കേരളത്തിലോ എവിടെയോ ഒരു പരിപാടിക്ക് പുറത്തായുണ്ടുള്ളത്, ഒരു ഫംഗ്ഷനുക്ക് പുറത്തായുണ്ടല്ലേ. ഈ മനുഷ്യരെ കണ്ടപ്പോലോ അവിടെ ചൊന്തോ ഇരിക്കടാ, കാറിലിരിക്കടാ. രണ്ട് വിഷയം ഒന്ന് കേട്ടില്ല, കണ്ടപ്പോ ഒന്ന് ഇരിക്കട കാറിൽ. സുബ്ഹാനല്ലാഹ്. ഈ ബാപ്പയാരെങ്കിൽ ആകെ അത്ഭുതമായി പോയിട്ട് ഞാൻ എന്തിരാക്കടേ? ആരെയുള്ള താജുൽ ഉലമയല്ലേ ചൊല്ലു കാറിൽ നിൽക്കൂ, നന്റെ വിസയ നാനൊന്നും ചൊന്നില്ലല്ലേ എന്നിട്ടു. ഏതായാലും തങ്ങളല്ലേ ചൊന്ന് കാറില്. അതാ ബാപ്പ തെക്കട് അങ്ങനെ യാത്ര പോയിട്ടതാ കുംല ബസ് സ്റ്റാൻഡ് എത്തുമ്പോ ഡ്രൈവർ ഒട്ടിಗೆ അതാ താജുൽ ഉലമ ചൊല്ലടോ കാറ് നിർത്തടാ. എന്നിട്ട് ആ കാറ് നിപ്പാട്ടിട്ട് ആ ബാപ്പരൊട്ടിക വയസ്സായ അല്ല ചൊല്ലൊട്ടിക ചൊല്ലു ഇറങ്ങടാ. ഏയ് നിങ്ങ കാറിലൊരു ബിസയാക്കിയിട്ടില്ലേ? അവിടെ പോലെ പോയിട്ട് ഒരു ബിസയും കൊണ്ടിട്ടില്ലേ? താജുൽ ഉലമ കുംല ബസ് സ്റ്റാൻഡിലെത്തിട്ട് ഇറങ്ങടാ. സുബ്ഹാനല്ലാഹ്. ഈ ബാപ്പയുടെ മനസ്സിൽ തോന്നിപ്പോയിട്ട് ഞാൻ താജുൽ ഉലമ ഇരട്ടിಗೆ എന്തും നന്റെ ദൂരു ചൊന്നില്ലല്ലേ, നന്റെ പെണ്ണുമക്കളെ വിഷയനാ ചൊന്നിട്ടില്ലല്ലേ, ഞാൻ ദുആർക്കുകൾ ചൊന്നിട്ടില്ലല്ലേ, നന്റെ കൂടെ ഇലിയകു ചൊല്ലല്ലേ താജുൽ ഉലമ. എന്നിട്ട് അതാ ബാപ്പ എന്താക്കിയതായിട്ടും ചൊന്ന താജുൽ ഉലമയല്ലേ എന്നിട്ടു ആ ബസ് സ്റ്റാൻഡിലങ്ങ് ഇഴിഞ്ഞിട്ട് താജുൽ ഉലമ യാത്ര മുൻവരിച്ചിട്ട് ബാപ്പയാണെങ്കിൽ കുംല ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇങ്ങനെ ബേജാറിൽ ഇനി നിന്റെ അവസ്ഥ വരെ ഞാൻ ആരട്ടിಗೆ ചൊല്ലട്ടോ. ഇങ്ങനെ ആലോചന ആക്കുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങ് ചില്ലറ വസ്തുക്കളില്ല. قلوب العارفين لها عيون ترى ما لا يراه الناظرون. ഈ
ബാപ്പ അങ്ങതാ ബസ് സ്റ്റാൻഡിൽ ഈ ബേജാറിൽ നിൽക്കുമ്പോ ഒരു മുതലാളിയായ ഒരാൾ ഒരു നല്ല ഒരു കാറില് വലിയ ഒരു പൈസകാരാ പിന്നെ ഒരു മുതലാളിയെ അയാള് വന്നിട്ട് ആ ബസ് സ്റ്റാൻഡിന് മുട്ട ബാപ്പയുടെ മുട്ട കാറ് നിപ്പാട്ടറ് എന്നിട്ട് അതാ അയാളെ നിപ്പാട്ടിട്ട് അതാ ബാപ്പരൊട്ടിക ചൊല്ലോ നിങ്ങ കാറുക വത്തോറോ അങ്ങനെ ഏതായാലും അതാ ബാപ്പ എന്താക്കിത് കാറുക വത്തിട്ട് എന്നിട്ട് കേക്കട് നിങ്ങ എവിടേക്ക് പോണ്ട ആള് എവിടെ പോണ്ട ആളുടെ അപ്പൊ ഈ വയസ്സിലെ ആള് നന്റെ അവസ്ഥ ചൊന്നിട്ടു ನಾನು ತಾಜುಲ್ ಉಲಮರೊಟ್ಟಿಗೆ ನನ್ನ ಪರಿಸ್ಥಿತಿಯ പെണ്ണ മക്കളെ മംഗലത്തെ വിഷയം ഞാൻ ചൊല്ലുക വന്നേ പക്ഷെ താജുൽ ഉലമ നന്റെ ഒരു വിഷയം പോലും കേട്ടില്ല നന്റെ ഡയറക്റ്റ് കാറ് പത്തുവാട്ടി തൂക്കുമുള്ളിൽ വന്നിട്ട് ഇൽപ്പാട്ടി സുബ്ഹാനല്ലാഹ് അയാളൊന്നു നക്ക് ഞങ്ങളുടെ പെണ്ണമക്ക ഉള്ളറ് പക്ഷേ നന്റെ രണ്ട് പെണ്ണമക്ക വയസ്സായ പെണ്ണമക്കമാ വയസ്സായ നന്റെ രണ്ട് പെണ്ണുമക്കളെ പാൽവാട്ട് ഗുണക്ക് സാധ്യയില്ല അതിരെ ചൊല്ലുക താജുൽ ഉലമയൊട്ടിಗೆ ನಾನು വന്നര് ചൊല്ലുമ്പോ ഈ മുതലാളി അവിടെ ആ ബാപ്പരൊട്ടിക ചൊല്ലുക ബാപ്പ നിങ്ങ പേടിക്കണ്ട നിങ്ങളെ രണ്ട് പെണ്ണ് മക്കളെ മങ്ങിലത്തെ കാര്യോ അത് നാന് ഏറ്റെടുത്തേ അത് നാന് തീർത്തതല്ലേ ആ പെണ്ണ് മക്കളെ നാന് പാൽവട്ടേ ആ ബാപ്പരൊട്ടിയെ ആ മുതലാളി ചൊന്നിട്ട് നിങ്ങള് ഈ മുതലാളി ഏറ്റെടുക്കട കാര്യോ താജുൽ ഉലമക്ക് അതാ മുന്നലേ ഗൊന്തൈത്ത് അതാ ഔലിയാക്കൽമാര് ഇയാളെ ഏറ്റെടുക്കട മുതലാളി അത് കുംലലിക്കോ അയാളെ കുംലലി ഇയാൾക്ക് കിട്ടറ് മുന്നലേ കറാമത്ത് കൊണ്ട് താജുൽ ഉലമ മനസ്സിലാക്കു സാധിച്ചത്